നമ്മൾ ഈ വീഡിയോയിൽ നമ്മളുടെ സെക്കൻഡ് സെമസ്റ്ററിലെ ഓപ്പറേഷൻസ് റിസർച്ച് എന്നുള്ള പേപ്പർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങൾക്ക് സിലബസും കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണ്. വെക്ടർ സ്പേസ്, അതിൽ ഇന്നർ പ്രൊഡക്റ്റ് എന്താണ്, ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് എന്താണ്, ഓക്കെ. പിന്നെ ഒരു ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് ഉണ്ടെങ്കിൽ അവിടെ ഇന്നർ പ്രൊഡക്റ്റ് ഒരു മെട്രിക് ഇൻഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ മെട്രിക് വെച്ചിട്ട് നമുക്ക് ഈ സ്പേസിൽ നമുക്കൊരു ടോപ്പോളജി പറയാം, ഓക്കെ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഒരു ഇന്നർ പ്രൊഡക്റ്റ് എന്ന് നോക്കാം. നമ്മൾ ഈ പേപ്പറിൽ കൺസിഡർ ചെയ്യുന്ന വെക്ടർ സ്പേസുകളൊക്കെ ഓർ ആർ വെക്ടർ സ്പേസുകളായിരിക്കും, ഓക്കെ. സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആർ, ഓക്കെ. അപ്പോൾ നമ്മുടെ കയ്യിൽ വി എന്നുള്ളൊരു വെക്ടർ സ്പേസ് ഓവർ ആർ ഉണ്ടെന്ന് കരുതും, ഓക്കെ. ഒരു ഇന്നർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷനാണ്. വി ക്രോസ് വി എന്ന് ആർക്കുള്ള സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്ക്കുള്ള ഒരു ഫംഗ്ഷനാണ്. ആ ഫംഗ്ഷൻ കുറച്ച് പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യണം. അതാണ് നമ്പർ ചെയ്ത് എഴുതിയത് 1 2 3 4. 4 പ്രോപ്പർട്ടികൾ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ എന്താണ് ഇന്നർ പ്രൊഡക്റ്റ്, ഒരു ഇന്നർ പ്രൊഡക്റ്റ് എന്ന് നോക്കാം. ദി ഇന്നർ പ്രൊഡക്റ്റ് x, y ഓഫ് എനി ടു വെക്ടേഴ്സ് എക്സ് ആൻഡ് വൈ ഓഫ് വി. വി എന്ന് പറഞ്ഞാൽ സെറ്റ് ഒരു വെക്ടർ സ്പേസ് ഓവർ ആർ. വി ഈസ് എ റിയൽ നമ്പർ സാറ്റിസ്ഫൈങ് ദി ഫോളോയിങ് പ്രോപ്പർട്ടീസ്. ഇന്നർ പ്രൊഡക്റ്റ് x, y ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് y, x ഫോർ ഓൾ x, y. സെക്കൻഡ് പ്രോപ്പർട്ടി x പ്ലസ് z. inner product x plus z comma y equal to inner product x comma y plus inner product z comma y. z belongs to v for any z in v. പിന്നെ അടുത്ത പ്രോപ്പർട്ടി ഒരു സ്കേലാർ. ഫോർ എനി സ്കേലാർ a belongs to r. for any number, real number a, inner product ax comma y equal to a ഇൻറ്റു എക്സ് കോമ വൈ. അവിടെ എ എക്സ് കൺഫ്യൂഷൻ ഉണ്ടാക്കരുത്. സ്കേലാർ മൾട്ടിപ്ലിക്കേഷനാണ്. എക്സ് എന്നുള്ള വെക്ടറും എ എന്നുള്ള സ്കേലാറും. എ എക്സ് എന്ന് പറഞ്ഞാൽ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ. വെക്ടർ സ്പേസ് ആയതുകൊണ്ട് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ അവിടെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും, ഓക്കെ. ഇന്നർ പ്രൊഡക്റ്റ് എ എക്സ് കോമ വൈ ഈക്വൽ ടു എ ഇൻറ്റു ഇന്നർ പ്രൊഡക്റ്റ് എക്സ് കോമ വൈ. ഫോർത്ത് പ്രോപ്പർട്ടി ഇന്നർ പ്രൊഡക്റ്റ് എക്സ് കോമ എക്സ് ഗ്രേറ്റർ ദാൻ 0 if x not equal to 0. Inner product x comma x equal to 0 if x equal to 0, ഓക്കെ. ഈ 4 പ്രോപ്പർട്ടി ഒരു ഫംഗ്ഷൻ വി ക്രോസ് വി എന്ന് ആർക്കുള്ള ഒരു ഫംഗ്ഷൻ ഈ 4 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഇന്നർ പ്രൊഡക്റ്റാണ് പറയുന്നത്, ഓക്കെ. എ വെക്റ്റർ സ്പേസ് വിത്ത് ആൻ ഇന്നർ പ്രൊഡക്റ്റ് ഡിഫൈൻഡ് ഓൺ ഇറ്റ് ഈസ് കോൾഡ് യൂക്ലിഡിയൻ സ്പേസ്. ഒരു വെക്റ്റർ സ്പേസ് ഉണ്ട് ഓർ ആർ, അവിടെ ഒരു ഇന്നർ പ്രൊഡക്റ്റ് ഡിഫൈൻ ചെയ്താൽ നമ്മൾക്ക് ആ സ്പേസിനെ യൂക്ലിഡിയൻ സ്പേസ് എന്ന് പറയും, ഓക്കെ. നമ്മൾ സാധാരണ കൺസിഡർ ചെയ്യുന്ന ഒരു എക്സാമ്പിളാണ് വെക്ടർ സ്പേസിന് ആർ എൻ ഓവർ ആർ, ഓക്കെ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ആർ എൻ ഓവർ ആറിൽ നിങ്ങളൊരു ഇന്നർ പ്രൊഡക്റ്റ്, സ്റ്റാൻഡേർഡ് ഇന്നർ പ്രൊഡക്റ്റ് പഠിച്ചിട്ടുണ്ടാവും. അതാണ് അടുത്തതായിട്ട് താഴെ എഴുതിയത് എക്സാമ്പിളായിട്ട്, ഓക്കെ. ഫോർ വെക്ടേഴ്സ് ഓഫ് ദി വെക്ടർ സ്പേസ് ആർ എൻ എന്ന് പറഞ്ഞാൽ ആർ ക്രോസ് എക്സെട്ര എൻ ടൈംസ്, ഓക്കെ. ദി എക്സ്പ്രഷൻ x transpose y equal to summation i runs from 1 to n xi yi satisfies the definition of inner product. Thus Rn becomes a Euclidean space. This Euclidean space is of dimension n and is denoted by e. താഴെ എഴുതിയിട്ടുള്ളത് ആർ എൻ ഓവർ ആറ് വെക്ടർ സ്പേസ് കൺസിഡർ ചെയ്യുക. അവിടെ നിങ്ങളൊരു ഇന്നർ പ്രൊഡക്റ്റ്, സ്റ്റാൻഡേർഡ് ഇന്നർ പ്രൊഡക്റ്റ് നിങ്ങൾക്കറിയാം, ഓക്കെ. രണ്ട് വെക്ടേഴ്സ് എക്സ് ഈക്വൽ ടു x1 x2 എക്സെട്ര xn, ഓക്കെ. ഓർഡേർഡ് n ടപ്പിൾ. y ഈക്വൽ ടു y1 y2 എക്സെട്ര yn. ഈ രണ്ട് വെക്ടേഴ്സും തമ്മിലുള്ള ഇന്നർ പ്രൊഡക്റ്റ് ഇങ്ങനെ ഡിഫൈൻ ചെയ്താൽ വെക്ടേഴ്സിനൊക്കെ ഞാൻ റോ വെക്ടർ കോളം വെക്ടേഴ്സായിട്ട് കൺസിഡർ ചെയ്താൽ
നമ്മൾക്കൊരു ഇന്നർ പ്രൊഡക്റ്റ് ഡിഫൈൻ ചെയ്യാം എങ്ങനെ, എക്സ് ട്രാൻസ്പോസ് വൈ, അതായത് കമ്പോണൻസിനെ മൾട്ടിപ്ലൈ ചെയ്യുക എന്നിട്ട് ആഡ് ചെയ്യുക. ഓക്കെ, ഇതാണ് Rn/Rൽ നമ്മൾ പറയുന്ന സ്റ്റാൻഡേർഡ് ഇന്നർ പ്രൊഡക്റ്റ്. ഓക്കെ, അപ്പോൾ Rn/R ഈ ഇന്നർ പ്രൊഡക്റ്റും ഒരു ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് ഫോം ചെയ്യും. ഓക്കെ, ഈ സ്പേസ് അതായത് യൂക്ലിഡിയൻ സ്പേസ് ഫോം ചെയ്യും. ഈ യൂക്ലിഡിയൻ സ്പേസിൻ്റെ ഡയമെൻഷൻ Rn/Rൻ്റെ ഡയമെൻഷൻ n ആണ്, അത് നിങ്ങൾക്കറിയാം. ഇതിനെ നമ്മൾ En എന്നാണ് ഡിനോട്ട് ചെയ്യുക, അത് ഓർത്ത് വെക്കുക, അത് നമ്മൾ ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മളെ കയ്യിൽ Rn/R ഒരു ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് ഉണ്ട്, ഇന്നർ പ്രൊഡക്റ്റ് സ്റ്റാൻഡേർഡ് ഇന്നർ പ്രൊഡക്റ്റ്. ഓക്കെ, ഈ ഇന്നർ പ്രൊഡക്റ്റ് ഒരു മെട്രിക് ഇൻഡ്യൂസ് ചെയ്യും. ഓക്കെ, Rn/Rൽ ഒരു മെട്രിക് ഇൻഡ്യൂസ് ചെയ്യും. ഈ ഇൻഡ്യൂസ് ചെയ്യുന്ന മെട്രിക് ഏതായിരിക്കും നിങ്ങൾക്കറിയാം, സ്റ്റാൻഡേർഡ് മെട്രിക് ആയിരിക്കും. ഓക്കെ, രണ്ട് വെക്റ്റേഴ്സ് തന്നാൽ ആ രണ്ട് വെക്റ്റേഴ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, അത് ഈ ഇന്നർ പ്രൊഡക്റ്റ് ഇൻഡ്യൂസ് ചെയ്യുന്ന മെട്രിക്കാണ്. ഓക്കെ, അപ്പോൾ മെട്രിക് അപ്പോൾ en ഒരു മെട്രിക് സ്പേസ് ആവും. അപ്പോൾ നമുക്കവിടെ എന്നിൽ നമുക്കൊരു ടോപ്പോളജിയൊക്കെ പറയാം. അപ്പോൾ ആദ്യം തന്നെ എന്നുള്ള യൂക്ലിഡിയൻ സ്പേസിലെ ഒരു എലമെൻ്റാണ് എക്സ്, ഒരു വെക്ടറാണ് എക്സ്. എക്സിൻ്റെ ഡെൽറ്റ നെയ്ബർഹുഡ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, ഡെഫിനിഷൻ: ദി ഡെൽറ്റ നെയ്ബർഹുഡ് ഓഫ് എക്സ് ഇൻ En. എക്സ് എന്നുള്ള വെക്ടറാണ് En യൂക്ലിഡിയൻ സ്പേസ്. En ഈസ് ഡിഫൈൻഡ് ആസ് ദി സെറ്റ് ഓഫ് ഓൾ പോയിൻറ്റ്സ് y in En such that മോഡുലസ് ഓഫ് y minus x, അതായത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ y ആൻഡ് x ലെസ് ദാൻ ഡെൽറ്റ വേർ ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0, ഡെൽറ്റ ബിലോങ്സ് ടു R. യൂക്ലിഡിയൻ സ്പേസ് Enൽ ഉള്ള ഒരു എലമെൻ്റാണ് എക്സ്. അതിൻ്റെ ഡെൽറ്റ നെയ്ബർഹുഡ് ഡിഫൈൻ ചെയ്തതാണ്. ഡെൽറ്റ നെയ്ബർഹുഡ് എന്ന് പറഞ്ഞാൽ Enൽ യൂക്ലിഡിയൻ സ്പേസിൽ എക്സുമായിട്ട് ഡെൽറ്റ ഡിസ്റ്റൻസ് വരുന്ന വെക്റ്റേഴ്സിൻ്റെ കളക്ഷൻ. ഓക്കെ, അതാണ് എക്സിൻ്റെ ഡെൽറ്റ നെയ്ബർഹുഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഡിസ്റ്റൻസ് ആണ്, അപ്പോൾ ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 ആണ് കൺസിഡർ ചെയ്യുക, ഡെൽറ്റ ബിലോങ്സ് ടു R. ഓക്കെ, ഇനി ബൗണ്ടറി പോയിൻ്റ്, ഒരു സെറ്റ് യൂക്ലിഡിയൻ സ്പേസ് En കൺസിഡർ ചെയ്യുക. അതിൻ്റെ എക്സ് എന്നുള്ളൊരു സെറ്റ് കൺസിഡർ ചെയ്യുക. അപ്പോൾ സെറ്റിന് ക്യാപിറ്റൽ എക്സ് ആക്കി കൊടുക്കുക. എക്സ് ഈസ് എ ബൗണ്ടറി പോയിൻ്റ് ഓഫ് ദി സെറ്റ് എക്സ്. ഓക്കെ, അവിടെ ആദ്യം എക്സ് ഈസ് എ ബൗണ്ടറി പോയിൻ്റ് എന്നുള്ള ആ പോയിൻറ്റിൻ്റെ നൊട്ടേഷൻ സ്മോൾ എക്സ് ആക്കിയിട്ട് കൊടുക്കുക. ഓക്കെ, എക്സ് ഈസ് എ ബൗണ്ടറി പോയിൻ്റ് ഓഫ് ദി സെറ്റ് എക്സ്. അവിടെ സബ്സെറ്റ് ഓഫ് En എന്നും കൊടുക്കുക, ആഡ് ചെയ്യുക കേട്ടോ. ഓഫ് എസ് എക്സ് ഈസ് എ ബൗണ്ടറി പോയിൻ്റ് ഓഫ് എ സെറ്റ് contained in En if every delta neighborhood of x, അവിടെ സ്മോൾ എക്സ് ആണ്, every delta neighborhood of x contains some points which are in S and some points which are not in S. അതായത് നമ്മൾ യൂക്ലിഡിയൻ സ്പേസ് En കൺസിഡർ ചെയ്യാം, n ഡയമെൻഷണൽ യൂക്ലിഡിയൻ സ്പേസ്. അതിൻ്റെ ഒരു സബ്സെറ്റാണ് എക്സ്. എക്സ് എന്നുള്ളൊരു വെക്ടർ അല്ലെങ്കിൽ ഒരു പോയിൻ്റ് നമ്മൾ കൺസിഡർ ചെയ്ത എക്സ് എന്നുള്ള സെറ്റിൻ്റെ ബൗണ്ടറി പോയിൻ്റാന്ന് പറയും. അപ്പോൾ ഈ എക്സിൻ്റെ എല്ലാ ഡെൽറ്റ നെയ്ബർഹുഡും നമ്മൾ ഏതൊരു ഡെൽറ്റ ചൂസ് ചെയ്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് പോയിൻ്റ് എക്സിന് ഒരു ഡെൽറ്റ നെയ്ബർഹുഡ് കൺസിഡർ ചെയ്യാം. ഈ ഡെൽറ്റ നെയ്ബർഹുഡിൽ എക്സിലുള്ള പോയിൻറ്റ്സും വേണം, പിന്നെ എക്സിൻ്റെ കോംപ്ലിമെൻറ്റ് Enൽ എക്സിൻ്റെ കോംപ്ലിമെൻറ്റിലുള്ള പോയിൻറ്റ്സും ഉണ്ടെങ്കിൽ ഏതൊരു ഡെൽറ്റ നെയ്ബർഹുഡും എക്സിൻ്റെ ഏതൊരു ഡെൽറ്റ നെയ്ബർഹുഡിനും സെറ്റ് എക്സിലുള്ള പോയിൻറ്റ്സും സെറ്റ് എക്സിൻ്റെ കോംപ്ലിമെൻറ്റിലുള്ള പോയിൻറ്റ്സും ഉണ്ടെങ്കിൽ എക്സ് എന്നുള്ള പോയിൻ്റ് നമ്മൾ സെറ്റ് എക്സിൻ്റെ ബൗണ്ടറി പോയിൻ്റാന്ന് പറയും. ഇവിടെ നോട്ട്സിൽ ചെറിയൊരു
മിസ്റ്റേക്ക് ഉണ്ട്. ഇങ്ങനെ ആക്കിയിട്ട് എഴുതുക. എക്സ് ഈസ് എ ബൗണ്ടറി പോയിന്റ് ഓഫ് ദി സെറ്റ് എക്സ് ഇഫ് എവറി ഡെൽറ്റ നെയ്ബർഹുഡ് ഓഫ് എക്സ് കണ്ടെയ്ൻസ് സം പോയിൻറ്റ്സ് വിച്ച് ആർ ഇൻ എക്സ്. എസ് അല്ല എക്സ് എന്നാക്കുക. വിച്ച് ആർ ഇൻ എക്സ് ആൻഡ് സം പോയിൻറ്റ്സ് വിച്ച് ആർ നോട്ട് ഇൻ എക്സ്. നോട്ട് ഇൻ എസ് അല്ല എക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് എഴുതാം. അതായത് എക്സ് എന്നുള്ളൊരു പോയിൻ്റ് അല്ലെങ്കിൽ ഒരു വെക്ടർ എക്സിൻ്റെ ഡെൽറ്റ ബൗണ്ടറി പോയിൻ്റ് ആണെന്ന് പറയും. അപ്പോൾ എക്സിൻ്റെ എല്ലാ ഡെൽറ്റ നെയ്ബർഹുഡും എക്സും ആയിട്ട് ഇൻ്റർസെക്ഷൻ വേണം, എക്സിൻ്റെ കോംപ്ലിമെൻ്റുമായിട്ടും ഇൻ്റർസെക്ഷൻ വേണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ പോയിൻ്റ് സെറ്റ് എക്സിൻ്റെ ബൗണ്ടറി പോയിൻ്റ് ആണെന്ന് പറയും. ഓക്കെ, ഫോർ എക്സാമ്പിൾ നോക്കുക. കൺസിഡർ the set S1 and S2. S1 equal to set of all x such that modulus of x less than or equal to 1. S2 set of all x such that modulus of x strictly less than 1. X belongs to E2. അതായത് E2 ടു ഡയമെൻഷണൽ യൂക്ലിഡിയൻ സ്പേസ്, അതായത് പ്ലെയിൻ. നമ്മൾ പ്ലെയിൻ എക്സ് ആക്സിസും വൈ ആക്സിസും ഉള്ള പ്ലെയിൻ കൺസിഡർ ചെയ്യുക. അവിടെ ഉള്ള രണ്ട് സെറ്റുകൾ, E2ൻ്റെ രണ്ട് സബ്സെറ്റുകൾ S1ഉം S2ഉം ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. S1 എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ഡിസ്ക് സെൻറ്റേർഡ് അറ്റ് ഒറിജിൻ. ഓക്കെ, അതാണ് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. S2 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ക്ലോസ്ഡ്നെസ്സും ഓപ്പൺനെസ്സും നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നുണ്ട്. അതൊക്കെ ഞാൻ പിന്നെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, S2 എന്ന് പറഞ്ഞാൽ ഓപ്പൺ ഡിസ്ക് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ 1. എക്സ് ബിലോങ്സ് ടു E2. ഓക്കെ, ദി പോയിൻറ്റ്സ് ഓൺ ദി circumference of the circle x1 square plus x2 square equal to 1 are the boundary points. ഓക്കെ, എക്സ് എന്നുള്ള നമ്മൾ കൺസിഡർ ചെയ്യുന്ന എക്സ് എന്നുള്ള വെക്ടറിനെ ഓർഡർ പെയർ x1, x2 എന്ന് എഴുതിയാൽ ഈ രണ്ട് സെറ്റിൻ്റെയും S1ൻ്റെയും S2ൻ്റെയും ബൗണ്ടറി പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ ഡെഫിനിഷൻ നോക്കുക. ബൗണ്ടറി പോയിൻ്റ് ആണെങ്കിൽ ഒരു പോയിൻ്റ് ബൗണ്ടറി പോയിൻ്റ് ആണെങ്കിൽ S1ൻ്റെ ബൗണ്ടറി പോയിൻ്റ് ആണെങ്കിൽ ആ പോയിൻറ്റിൻ്റെ ഏതൊരു നെയ്ബർഹുഡ് എടുത്താലും, ഏതൊരു ഡെൽറ്റ നെയ്ബർഹുഡ് കൺസിഡർ ചെയ്താലും S1 ആയിട്ടും ഇൻ്റർസെക്റ്റ് ചെയ്യണം, S1ൻ്റെ കോംപ്ലിമെൻറ്റുമായിട്ടും ഇൻ്റർസെക്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ S1 എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ഡിസ്ക്കാണ്. അപ്പോൾ അതിൻ്റെ സർക്കംഫറൻസിൽ വരുന്ന പോയിൻറ്റ്സ് ആയിരിക്കും S1ൻ്റെ ബൗണ്ടറി പോയിൻറ്റ്സ്. അതേപോലെ തന്നെ S2ൻ്റെ ബൗണ്ടറി പോയിൻറ്റ്സും അത് തന്നെ ആയിരിക്കും. ഓക്കെ, S1ൻ്റെ S2ൻ്റെയും ബൗണ്ടറി പോയിൻറ്റ്സ് സെയിം തന്നെ ആയിരിക്കും. ഓക്കെ, ദി പോയിൻറ്റ്സ് ഓൺ ദി സർക്കംഫറൻസ് ഓഫ് ദി സർക്കിൾ x1 square plus x2 square equal to 1 are the boundary points of S1 and S2. Note that S1 contains all its boundary points and S2 contains none of them. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ നോട്ടാണ് നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. S1 എന്നുള്ള സെറ്റിൽ അതിൻ്റെ ബൗണ്ടറി പോയിൻറ്റ്സ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, അതിൻ്റെ ബൗണ്ടറി പോയിൻറ്റ്സ് ഒക്കെ S1 എന്നുള്ള സെറ്റിൽ തന്നെ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ S2ൽ അതിൻ്റെ ബൗണ്ടറി പോയിൻറ്റ്സ് കണ്ടെയ്ൻ ചെയ്യില്ല. ഓക്കെ, S2 എന്നുള്ള സെറ്റിൻ്റെ കോംപ്ലിമെൻറ്റിലായിരിക്കും അതിൻ്റെ ബൗണ്ടറി പോയിൻറ്റ്സ് ഒക്കെ. ഇനി എന്താണ് ക്ലോസ്ഡ് സെറ്റ്, ഓപ്പൺ സെറ്റ് എന്നൊക്കെ പറയും. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. എ സെറ്റ് ടു ബി ക്ലോസ്ഡ് ഇഫ് ഇറ്റ് കണ്ടെയ്ൻസ് ഓൾ ഇറ്റ്സ് ബൗണ്ടറി പോയിൻറ്റ്സ്. ഓക്കെ, ബൗണ്ടറി പോയിൻറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ ക്ലോസ്ഡ്നെസ്സും ഓപ്പൺനെസ്സൊക്കെ ഡിഫൈൻ ചെയ്യുന്നത്. ഈ എന്നുള്ള യൂക്ലിഡിയൻ സ്പേസിൽ ഒരു സെറ്റ് ക്ലോസ്ഡ് ആണെന്ന് പറയപ്പോൾ അതിലുള്ള അതിൻ്റെ എല്ലാ ബൗണ്ടറി പോയിൻറ്റ്സിനെയും കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ആ സെറ്റിൻ്റെ എല്ലാ ബൗണ്ടറി പോയിൻറ്റ്സും ആ സെറ്റിൽ തന്നെ വരുന്നുണ്ടെങ്കിൽ അതിനെ ആ സെറ്റ് ക്ലോസ്ഡ് ആണെന്ന് പറയും. ഇനി ഓപ്പൺ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. എ സെറ്റ് ഈസ് സെറ്റ് ടു ബി ഓപ്പൺ ഇഫ് ഇറ്റ്സ് കോംപ്ലിമെൻറ്റ് ഇഫ് ഇറ്റ്സ് കോംപ്ലിമെൻറ്റ് ഈസ് ക്ലോസ്ഡ്. ഓക്കെ, കോംപ്ലിമെൻറ്റ് ക്ലോസ്ഡ് ആണെങ്കിൽ, ഒരു സെറ്റിൻ്റെ കോംപ്ലിമെൻറ്റ് ക്ലോസ്ഡ് ആണെങ്കിൽ ആ സെറ്റിനെ നമ്മൾ ഓപ്പൺ സെറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ ഓപ്പൺ എന്ന് പറയും. ഓക്കെ, ഇഫ് S subset of En, the set E minus S
of all points which are in En but not in S is called complement of S. ഓക്കെ, കോംപ്ലിമെൻ്റ് എന്നാണ് ഡിഫൈൻ ചെയ്തതാണ്, അത് നിങ്ങൾക്കറിയാം. ഓക്കെ, എസ് എന്നുള്ള സെറ്റ് ഇ എന്നിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ അതിനെ നൊട്ടേറ്റ് ചെയ്യുക ഇ എൻ ഡിഫറൻസ് എസ് എന്നാണ് നമ്മൾ ഫോളോ ചെയ്യുന്ന നൊട്ടേഷൻ. ഇ എൻ മൈനസ് എസ് ഡിഫറൻസ് എസ്. ആ നൊട്ടേഷൻ ഉദ്ദേശിക്കുന്നത് സെറ്റ് ഓഫ് ഓൾ പോയിൻറ്റ്സ് വിച്ച് ആർ ഇൻ ഇ എൻ, ഇ എന്നിലുള്ള എല്ലാ പോയിൻറ്റ്സും ബട്ട് നോട്ട് ഇൻ എസ്, എസ്സിലില്ലാത്ത ഇ എന്നിലുള്ള പോയിൻറ്റ്സിൻ്റെ കളക്ഷനാണ് കോംപ്ലിമെൻറ്റ് ഓഫ് എസ് എന്ന് പറയുന്നത്. അപ്പോൾ കോംപ്ലിമെൻറ്റ് പറഞ്ഞത് ഞാൻ ഡെഫിനിഷനിൽ കോംപ്ലിമെൻറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. ഓപ്പൺ സെറ്റ് ഡിഫൈൻ ചെയ്യാൻ കോംപ്ലിമെൻറ്റ്, ഒരു സെറ്റിൻ്റെ കോംപ്ലിമെൻറ്റ് എന്താണെന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ചെയ്തതാണ്. ഇനി കോൺവെക്സ് സെറ്റ്. എന്താണ് ഒരു കോൺവെക്സ് സെറ്റ്? ഒരു സെറ്റ് ഒരു യൂക്ലിഡിയൻ സ്പേസ് ഇ എന്ന് കൺസിഡർ ചെയ്യാം. ദി സെറ്റ് എൽ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു 1 മൈനസ് ലാംഡ x1 പ്ലസ് ലാംഡ x2. അവിടെ സെറ്റ് അവിടെയല്ല ക്ലോസ് ചെയ്യേണ്ടത്, കോമ ആൻഡ് ലാംഡ ബിലോങ്സ് ടു ആർ. അത് കഴിഞ്ഞിട്ട് സെറ്റ് ക്ലോസ് ചെയ്യുക. ഓക്കെ, ആൻഡ് കോമ ലാംഡ ബിലോങ്സ് ടു ആർ ഈ ഡിഫൈൻഡ് ആസ് എ ലൈൻ ഇൻ ഇ എൻ പാസിങ് ത്രൂ x1 ആൻഡ് x2. ഓക്കെ, x1 x2 എന്നുള്ള രണ്ട് പോയിൻറ്റ്സ് കൂടെ പാസ് ചെയ്യുന്ന ലൈനിനെ ഡിഫൈൻ ചെയ്യുകയാണ്. ഓക്കെ, ലൈൻ എന്താ വരിക? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്, സെറ്റ് ഓഫ് ഓൾ പോയിൻറ്റ്സ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു 1 മൈനസ് ലാംഡ x1 പ്ലസ് ലാംഡ x2 കോമ ലാംഡ ബിലോങ്സ് ടു ആർ. ഓക്കെ, അവിടെ അഡീഷനൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ വെക്ടർ അഡീഷനാണ്. ഓക്കെ, ഇ എന്നിൽ രണ്ട് അഡീഷനും മൾട്ടിപ്ലിക്കേഷനൊക്കെ ഉണ്ട്. 1 മൈനസ് ലാംഡനോട് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്കാലാർ മൾട്ടിപ്ലിക്കേഷനാണ്. അഡീഷൻ വെക്ടർ അഡീഷനാണ്. ഓക്കെ, അപ്പോൾ വെൽ ഡിഫൈൻഡ് ആണ് സെറ്റ് ലാംഡ ബിലോങ്സ് ടു ആർ. അപ്പോൾ വെൽ ഡിഫൈൻഡ് ആണ് സെറ്റ്. ഈ സെറ്റിനെയാണ് നമ്മൾ ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. x1 x2 എന്നുള്ള രണ്ട് വെക്ടേഴ്സിലൂടെ പാസ് ചെയ്യുന്ന ലൈനാണ് ഈ സെറ്റ്. ഓക്കെ, ഇനി ഡെഫിനിഷൻ. കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ എന്താ? ഓക്കെ, കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ. ദി പോയിൻറ്റ് എക്സ് ഈക്വൽ ടു 1 മൈനസ് ലാംഡ x1 പ്ലസ് ലാംഡ x2 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാംഡ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഈസ് കോൾഡ് ദി കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് x1 ആൻഡ് x2. ഈ എന്നുള്ള യൂക്ലിഡിയൻ സ്പേസ്, അതിലുള്ള രണ്ട് വെക്ടേഴ്സ് x1 ആൻഡ് x2. ഈ x1ൻ്റെയും x2ൻ്റെയും ഒരു കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എക്സ് ഈക്വൽ ടു ലാംഡനെ 0 1 എന്നുള്ള ഇൻ്റർവെലിൻ്റെ ഉള്ളിൽ ചൂസ് ചെയ്യുക, ഫിക്സ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ 1 മൈനസ് ലാംഡ x1 പ്ലസ് ലാംഡ x2 എന്നുള്ള ആ വെക്ടർ x1ൻ്റെയും x2ൻ്റെയും കോൺവെക്സ് ലീനിയർ കോമ്പിനേഷനാണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ എന്താണെന്ന് പറഞ്ഞു. ഇനി കോൺവെക്സ് സെറ്റ് എന്താണ് നമ്മൾക്ക് ആവശ്യം? നമ്മൾ കോൺവെക്സ് സെറ്റ് ഇനി ഉപയോഗിക്കും. ഇനി പറയാനുള്ളിടത്തൊക്കെ നമുക്ക് കോൺവെക്സ് സെറ്റും കോൺവെക്സ് ഫങ്ഷൻസൊക്കെ പറയാനുണ്ട്. അപ്പോൾ കോൺവെക്സ് സെറ്റ് എന്താണെന്ന് നോക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കുക. എ സെറ്റ് കെ സബ്സെറ്റ് ഓഫ് ഇ എൻ ഈ സെറ്റ് ടു ബി കോൺവെക്സ് if the convex linear combination of any two points in K belongs to K. ഇ എന്നുള്ള യൂക്ലിഡിയൻ സ്പേസ്, അതിൻ്റെ ഒരു സബ്സെറ്റ് കെ. ഈ കെ എന്നുള്ള സെറ്റ് കോൺവെക്സ് ആണെന്ന് പറയും. അപ്പോൾ ഈ കെ എന്നുള്ള സെറ്റിലെ ഏത് രണ്ട് പോയിൻറ്റ്സ് എടുത്താലും ആ രണ്ട് പോയിൻറ്റ്സിൻ്റെ ഏതൊരു കോൺവെക്സ് ലീനിയർ കോമ്പിനേഷനും കെ എന്നുള്ള സെറ്റിൽ തന്നെ ഉണ്ടെങ്കിൽ കെ എന്നുള്ള സെറ്റിനെ കോൺവെക്സ് ആണെന്ന് പറയും. കെ എന്നുള്ള സെറ്റ് കോൺവെക്സ് ആണെന്ന് പറയും. ഓക്കെ, അതായത് ഒരു സെറ്റ് ഇ എന്നുള്ള ഒരു യൂക്ലിഡിയൻ സ്പേസ് കെ എന്നുള്ള സബ്സെറ്റ്. ഓക്കെ, ഈ കോൺവെക്സ് ലീനിയർ രണ്ട് വെക്റ്റേഴ്സ് x1 x2 ഫിക്സ് ചെയ്താൽ അതിൻ്റെ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ
കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻസിൻ്റെ കളക്ഷൻ എന്തായിരിക്കും? നിങ്ങൾക്കറിയാം, x1നെയും x2നെയും ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെൻ്റ് ആയിരിക്കും. ഓക്കെ, അതാണ് x1ൻ്റെ x2ൻ്റെ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻസിൻ്റെ കളക്ഷൻ. ഓക്കെ, ഒരു സെറ്റ് കോൺവെക്സ് ആണെന്ന് പറയണമെങ്കിൽ ഞാൻ പറഞ്ഞത് ആ സെറ്റിലെ ഏത് രണ്ട് പോയിൻറ്റ്സ് കൺസിഡർ ചെയ്താലും ആ രണ്ട് പോയിൻറ്റ്സിൻ്റെ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻസ് ഒക്കെ കെ എന്നുള്ള സെറ്റിൽ തന്നെ വേണം. അതായത് കെ എന്നുള്ള സെറ്റിലെ രണ്ട് പോയിൻറ്റ്സ് കൺസിഡർ ചെയ്താൽ ആ രണ്ട് പോയിൻറ്റ്സിനെയും ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെൻറ്റ് ആ സെറ്റ് കെ എന്നുള്ള സെറ്റാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ആ കെ എന്നുള്ള സെറ്റിൽ തന്നെ വരുന്നുണ്ടെങ്കിൽ അതിനെ ആ സെറ്റിനെ കോൺവെക്സ് എന്ന് പറയും. ആ സെറ്റ് കോൺവെക്സ് ആണെന്ന് പറയും. ഓക്കെ, ദാറ്റ് ഈസ് കെ ഈസ് കോൺവെക്സ് ഇഫ് x1 ബിലോങ്സ് ടു x2 ബിലോങ്സ് ടു കെ എന്നാക്കുക കേട്ടോ. ഇഫ് x1, x2 belongs to k, x equal to 1 minus lambda x1 plus lambda x2 belongs to k. Okay, for every lambda such that 0 less than or equal to lambda less than or equal to 1. Okay, ആണ് പറഞ്ഞത്. ഇനി എക്സാമ്പിൾസ് ആണ്. എക്സാമ്പിൾ, കൺസിഡർ x1 equal to set of all x such that modulus of x less than or equal to 1. ഓക്കെ, S1 എന്നുള്ള സെറ്റ് കൺസിഡർ ചെയ്യുക. അപ്പോൾ en എന്താണ്? E2 കൺസിഡർ ചെയ്യുക. ഓക്കെ, E2 ആകുമ്പോൾ പ്ലെയിനിലാകുമ്പോൾ പറയാൻ കുറച്ച് എളുപ്പമുണ്ട്. ഓക്കെ, അപ്പോൾ E2 കൺസിഡർ ചെയ്യുക. അതിൻ്റെ ഒരു സബ്സെറ്റ് നേരത്തെ പറഞ്ഞ സെറ്റ് തന്നെ S1 എന്നുള്ള സബ്സെറ്റ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഓക്കെ, ഈ സെറ്റ് കോൺവെക്സ് ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. കോൺവെക്സ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ എന്ത് വേണം? ഈ സെറ്റിലെ ഏത് രണ്ട് പോയിൻറ്റ്സ് കൺസിഡർ ചെയ്താലും അതിൻ്റെ അതിൻ്റെ ഏതൊരു കോൺവെക്സ് ലീനിയർ കോമ്പിനേഷനും ആ സെറ്റ് S1 എന്നുള്ള സെറ്റിൽ തന്നെ വേണം. ഓക്കെ, അപ്പോൾ ലെറ്റ് x1, x2 ബിലോങ്സ് ടു S1 എന്നാക്കുക കേട്ടോ. ബിലോങ്സ് ടു S1. S1ൽ ഉണ്ടായതുകൊണ്ട് തന്നെ മോഡുലസ് ഓഫ് x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആവും. മോഡുലസ് ഓഫ് x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആവും. ഓക്കെ, ഇനി നമ്മൾക്ക് ഈ x1ൻ്റെ x2ൻ്റെ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ, ഏതൊരു കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ എടുത്താലും S1ൽ തന്നെ ഉണ്ട് എന്ന് കാണിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മളൊരു ലാംഡനെ ഫിക്സ് ചെയ്യുക. ഓക്കെ, ലെറ്റ് ആർബിട്രറി ആയിട്ട് ചൂസ് ചെയ്യുക 0, 1 എന്നുള്ള ഇൻ്റർവെൽ. ഓക്കെ, ലെറ്റ് ലാംഡ belongs to R such that 0 less than or equal to lambda less than or equal to 1. ഇനി നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? x1ൻ്റെയും x2ൻ്റെയും ഈ ലാംഡ വെച്ചിട്ടുള്ള കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ S1ൽ ഉണ്ടെന്ന് കാണിച്ചാൽ മതി. അതിനെന്ത് കാണിച്ചാൽ മതി? മോഡുലസ് ഓഫ് ലാംഡ x1 പ്ലസ് 1 മൈനസ് ലാംഡ x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുക. മോഡുലസ് ഓഫ് ലാംഡ x1 പ്ലസ് 1 മൈനസ് ലാംഡ x2 വിച്ച് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു, മോഡുലസ് ആണ്, മെട്രിക് ആണ്. അപ്പോൾ ട്രയാങ്കിൾ ഇൻഇക്വാളിറ്റി സാറ്റിസ്ഫൈ. ഓക്കെ, അപ്പോൾ നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. ലാംഡ x1 പ്ലസ് 1 മൈനസ് ലാംഡ x2. ഓക്കെ, അപ്പോൾ മോഡുലസ് ലാംഡ റിയൽ നമ്പറാണ്. അപ്പോൾ ലാംഡ മോഡുലസിൻ്റെ മെട്രിക്കിൻ്റെ പുറത്ത് വരും. ലാംഡ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അവിടെ ലെസ് ദാൻ ആണോ, അവിടെ ഈക്വാലിറ്റി ഹോൾഡ് ചെയ്യും കേട്ടോ. ഈക്വാലിറ്റി ഹോൾഡ് ചെയ്യും. ഈക്വൽ ടു മോഡുലസ് ഓഫ് ലാംഡ മോഡുലസ് ഓഫ് എക്സ്. മോഡുലസ് ഓഫ് ലാംഡ എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സിലുള്ള മോഡുലസ് ഫംഗ്ഷൻ. ഓക്കെ, മോഡുലസ് ഓഫ് ലാംഡ മോഡുലസ് ഓഫ് x1 അവിടെ മെട്രിക് ഇൻ E2 പ്ലസ് മോഡുലസ് ഓഫ് 1 മൈനസ് ലാംഡ മോഡുലസ് ഓഫ് x2. ഓക്കെ, മോഡുലസ് കൺഫ്യൂഷൻ ഉണ്ടാക്കരുത്. ഒന്ന് മോഡുലസ് ഫംഗ്ഷനാണ്, മറ്റേത് E2ലെ മെട്രിക്കാണ്.
ലാംഡയും 1 - ലാംഡയൊക്കെ പോസിറ്റീവ് ആയിരിക്കും, കാരണം നോൺ നെഗറ്റീവ് ആയിരിക്കും, കാരണം നമ്മൾ ലാംഡനെ ചൂസ് ചെയ്യുന്നത് 0 എന്നുള്ള 0ക്കും 1നും ഇടയിൽ. അപ്പോൾ ലാംഡയും 1 - നോൺ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ മോഡുലസ് ഓഫ് ലാംഡയും മോഡുലസ് ഓഫ് 1 - ലാംഡയും 1 - തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ലാംഡ മോഡുലസ് ഓഫ് x1 പ്ലസ് 1 - മോഡുലസ് ഓഫ് x2 വരും. ഇനി മോഡുലസ് ഓഫ് x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്, മോഡുലസ് ഓഫ് x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. ഓക്കെ, കാരണം x1ഉം x2ഉം S1 എന്നുള്ള എലമെൻറ്റ്സ് ആണ്. അപ്പോൾ അത് കൊടുത്താൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാംഡ ഇൻറ്റു 1 വരും, ലാംഡ തന്നെയാണ്, പ്ലസ് 1 - ഇൻറ്റു 1 വരും, അതും 1 - ആണ്. ഓക്കെ, സിംപ്ലിഫൈ ചെയ്താൽ 1 എന്ന് കിട്ടും. അതായത് മോഡുലസ് ഓഫ് ലാംഡ x1 പ്ലസ് 1 - x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഓക്കെ, അതായത് x1ൻ്റെയും x2ൻ്റെയും ലീനിയർ കോമ്പിനേഷൻ x1ലുണ്ട് എന്ന് പറയാം. കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ലാംഡ x1 പ്ലസ് 1 - x2 x1ലുണ്ട് എന്ന് പറയാം. ഈ x1ഉം x2ഉം പിന്നെ ലാംഡയൊക്കെ ആർബിട്രറി ചോയ്സ് ആയതുകൊണ്ട് നമുക്ക് S1 കോൺവെക്സ് ആണ് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സെറ്റ് തന്നിട്ടുണ്ട് ENൽ, ജനറലായിട്ടാണ് പറയുന്നത്. ENൽ S2 എന്നുള്ളൊരു സെറ്റ് തന്നിട്ടുണ്ട്, അത് കോൺവെക്സ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ്. S2 എന്നുള്ള സെറ്റ് ഏതാണ്? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എക്സ് ഈക്വൽ ടു 1. ഓക്കെ, അതായത് ഈ യൂക്ലിഡിയൻ സ്പേസ്, n ഡയമെൻഷണൽ യൂക്ലിഡിയൻ സ്പേസിലെ സ്ഫിയർ. ഓക്കെ, റേഡിയസ് 1 വരുന്ന 0 സെൻറ്റർ ഒറിജിനിൽ വരുന്ന സ്ഫിയർ, അത് കോൺവെക്സ് ആണോ? അല്ല, കാരണം സ്ഫിയർ മാത്രമാണ്, അതിൻ്റെ ഇൻറ്റീരിയറോ എക്സ്റ്റീരിയറോ ഒന്നും ആ സെറ്റിലില്ല. S2 എന്നുള്ള സെറ്റ് നല്ലോണം ഒന്ന് അനലൈസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് കോൺവെക്സ് ആവില്ല, കാരണം നിങ്ങൾക്കറിയാം ഒരു സ്ഫിയറിൻ്റെ R3യിൽ നിങ്ങൾ സ്ഫിയർ മനസ്സിൽ കാണുക, എന്നിട്ട് ജനറലൈസ് ചെയ്യുക. ഈ സ്ഫിയറിലെ 2 പോയിൻറ്റ്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ പോയിൻറ്റ്സിനെ രണ്ടിനെയും ജോയിൻ ചെയ്യിക്കുന്ന ലൈന് ആ സ്ഫിയറിൽ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. അവിടുന്ന് നിങ്ങൾ ജനറലായിട്ട് ഈ സെറ്റ് കോൺവെക്സ് അല്ല എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് എന്ത് കാണിക്കുക? രണ്ട് പോയിൻറ്റ്സ് ചൂസ് ചെയ്യുക ഈ സ്ഫിയറിൽ നിന്ന്. എന്നിട്ട് അതിൻ്റെ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ഏതെങ്കിലും ഒരു രണ്ട് പോയിൻറ്റ്സ് ചൂസ് ചെയ്യുക, അതിൻ്റെ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ഏതെങ്കിലും ഒരു കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ആ സ്ഫിയറിൽ ഇല്ല എന്ന് കാണിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ 2 പോയിൻറ്റ്സ് ചൂസ് ചെയ്യണം. ആ 2 പോയിൻറ്റ്സിൻ്റെ ഒരു കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ കൺസിഡർ ചെയ്യണം. പിന്നെ ആ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ഈ S2 എന്നുള്ള സെറ്റിൽ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഹിൻറ്റ് തരാം, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക, ഇവിടെയുള്ള സൊല്യൂഷൻ നോക്കണ്ട. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ സെറ്റ് ഒന്ന് മനസ്സിൽ കാണുക, എന്നിട്ട് ഇങ്ങനെ ചൂസ് ചെയ്താൽ മതി. ഓക്കെ, ആദ്യം ഫസ്റ്റ് x1 ആയിട്ട് 1 0 0 0 എന്നുള്ള വെക്ടറിനെ കൺസിഡർ ചെയ്യുക, പോയിൻറ്റിനെ കൺസിഡർ ചെയ്യുക. x2 ആയിട്ട് 0 1 0 0 0, അതായത് ആദ്യത്തെ x1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കമ്പോണൻറ്റ് 1, ബാക്കിയുള്ള എല്ലാ കമ്പോണൻസും 0. സെക്കൻഡ് വെക്ടർ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് കമ്പോണൻറ്റ് 0, ബാക്കിയുള്ള എല്ലാ കമ്പോണൻസും സെക്കൻഡ് കമ്പോണൻറ്റ് 1, ബാക്കിയുള്ള എല്ലാ കമ്പോണൻസും 0. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ 2 പോയിൻറ്റ്സും S2 ഉണ്ടാവും. പക്ഷേ അതിൻ്റെ ഒരു കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ആയിരിക്കും ഏത്? അതിൻ്റെ ഒരു കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ ഒറിജിന് അതിൻ്റെ ഒരു കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ആയിരിക്കും. ഓക്കെ, അതിൻ്റെ ഈ x1 ഇങ്ങനെ x1നെ x2നെ ഇതേപോലെ ചൂസ് ചെയ്താൽ x1നെയും x2നെയും ജോയിൻ ചെയ്യിക്കുന്ന ലൈനിൻ്റെ മിഡ് പോയിൻ്റ് ആയിരിക്കും ഒറിജിൻ. ഓക്കെ, അപ്പോൾ
പക്ഷേ ഒറിജിൻ ഈ സെറ്റിൽ ഉണ്ടാവില്ല. ഓക്കെ, ഒറിജിൻ ഈ സർക്കിൾ ആക്ച്വലി ഈ സ്ഫിയറിൽ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അത് കോൺവെക്സ് അല്ല എന്ന് പറയാം. ഇത്രയാണ് ബേസിക്കായിട്ട് പറയാനുള്ളത്. ഇനി നമ്മൾ സിലബസ്ക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് പറയാനുള്ളത് എന്താണ് കോൺവെക്സ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഡെഫിനിഷൻ നോക്കുക. ലെറ്റ് എക്സ് ബിലോങ്സ് ടു കെ സബ്സെറ്റ് ഓഫ് ഇ എൻ വെർ കെ ഈസ് എ കോൺവെക്സ് സെറ്റ്. എ ഫംഗ്ഷൻ, അവിടെ ക്യാപിറ്റൽ എ കൊടുക്കുക. എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് സെറ്റ് ടു ബി കോൺവെക്സ് ഇഫ് ഫോർ എനി ടു പോയിൻറ്റ്സ് x1 and x2 in K, f of x less than or equal to 1 minus lambda f of x1 plus lambda f of x2, 0 less than or equal to lambda less than or equal to 1 for all x equal to 1 minus lambda x1 plus lambda x2. ഓക്കെ, ആദ്യം തന്നെ എന്താണ് ഒരു കോൺവെക്സ് ഫംഗ്ഷൻ? യൂക്ലിഡിയൻ സ്പേസ്, എൻ ഡയമെൻഷണൽ യൂക്ലിഡിയൻ സ്പേസ് ഇ എൻ കൺസിഡർ ചെയ്യുക. അതിൻ്റെ ഒരു സബ്സെറ്റ് കോൺവെക്സ് സബ്സെറ്റ് കെ കൺസിഡർ ചെയ്യുക. ഓക്കെ, ഈ കെയിൽ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്താൽ ആ ഫംഗ്ഷൻ കോൺവെക്സ് എന്ന് പറയാനുള്ള കണ്ടീഷനാണ് പറയുന്നത്. ഓക്കെ, എപ്പോഴാണ് പറയുക? രണ്ട് പോയിൻറ്റ്സ് x1ഉം x2ഉം കെ എന്ന് ചൂസ് ചെയ്താൽ അതിൻ്റെ ഏതൊരു കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ എക്സ് ഈക്വൽ ടു 1 മൈനസ് ലാംഡ x1 പ്ലസ് ലാംഡ x2 കൺസിഡർ ചെയ്താലും ഏതൊരു കോൺവെക്സ് ലീനിയർ കോമ്പിനേഷനും നമ്മളുടെ സെറ്റ് കെയിലുണ്ടാവും. അപ്പോൾ ഈ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ്റെ എഫ് വാല്യൂ, ഓക്കെ, ഫംഗ്ഷനാണ് എഫ് ഫ്രം ഫംഗ്ഷൻ പറയുമ്പോൾ കെന്ന് ആർക്കുള്ള ഫംഗ്ഷൻ. ഓക്കെ, കെന്ന് ആർക്കുള്ള ഫംഗ്ഷൻ. അപ്പോൾ ഈ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷനിലും നമുക്ക് എഫിൻ്റെ വാല്യൂ പറയാം, അതായത് എഫ് ഓഫ് എക്സിനെ കുറിച്ചിട്ട് പറയാം. അപ്പോൾ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഈക്വൽ ടു 1 മൈനസ് ലാംഡ x1 പ്ലസ് ലാംഡ x2 ആണെന്ന് കരുതുക. 0 ലെസ് ദാൻ ഫോർ സം ലാംഡ ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവെൽ 0 1. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് എന്തിനേക്കാളും ചെറുതാണ്? എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് ലാംഡ എഫ് ഓഫ് x1 പ്ലസ് ലാംഡ എഫ് ഓഫ് x2 ന് ചെറുതാണ്. ഓക്കെ, എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് ലാംഡ എഫ് ഓഫ് x1 പ്ലസ് ലാംഡ എഫ് ഓഫ് x2. ഓക്കെ, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എഫ് കോൺവെക്സ് ആണെന്ന് പറയാം. ഓക്കെ, ഈ കമ്പാരിസൺ പോസിബിൾ ആവണമെങ്കിൽ എഫ് എവിടെ നിന്നുള്ള ഫംഗ്ഷൻ ആവണം? എഫിൻ്റെ കോഡൊമൈൻ ആറാവണം. അവിടെയാണ് നമ്മൾക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള റിലേഷൻ ഉള്ളത്. ഓക്കെ, ഇത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ദി ഫംഗ്ഷൻ സെറ്റ് ടു ബി കോൺകേവ്, ദി ഇൻഇക്വാളിറ്റി സൈൻ ഈസ് റിവേഴ്സ്ഡ് ഓർ ഇഫ് മൈനസ് എഫ് ഓഫ് എക്സ് ഈസ് കോൺവെക്സ്. ഓക്കെ, ഫംഗ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫംഗ്ഷൻ കോൺകേവ് ആണെന്ന് പറയും. ഇപ്പോൾ ഒന്നില്ലെങ്കിൽ ഇൻഇക്വാളിറ്റി, നമ്മൾ കണ്ടീഷനിൽ പറഞ്ഞ ഇൻഇക്വാളിറ്റീൻ്റെ സൈന് റിവേഴ്സ് ചെയ്യണം, അല്ലെങ്കിൽ മൈനസ് എഫ് ഓഫ് എക്സ് കോൺവെക്സ് ആയിരുന്നു. ഏതെങ്കിലും ഒരു രണ്ട് ഇക്വലൻ്റ് കണ്ടീഷനാണ്, ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ഉണ്ടെങ്കിൽ നമുക്ക് ഫംഗ്ഷൻ കോൺകേവ് ആണെന്ന് പറയാം. ഓക്കെ, നമ്മൾ E1ൻ്റെ കേസിൽ, അതായത് ഒരു R2R ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു ആറിൻ്റെ സബ്സെറ്റിൽ നിന്ന് ആറിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവും കോൺകേവ് എന്ന് പറയാനുള്ള ഈ കണ്ടീഷൻ. ഓക്കെ, അതെന്താണെന്നാണ് താഴെ പറയുന്നത്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുക. ഞാനൊരു R2R ഫംഗ്ഷനാണ് കൺസിഡർ ചെയ്യുന്നത്. അത് കോൺവെക്സ് ആവപ്പോഴാണ് ഗ്രാഫിക്കലി എങ്ങനെയാണ് ഈ കോൺവെക്സ് എന്നുള്ള കൺസെപ്റ്റ് പറയാമെന്നാണ് പറയുന്നത്. ഞാനൊരു R2R ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുന്നുണ്ട്. E1 എന്ന് പറഞ്ഞാൽ യൂക്ലിഡിയൻ സ്പേസ്, 1 ഡയമെൻഷണൽ യൂക്ലിഡിയൻ സ്പേസ്. ഓക്കെ, ഇപ്പോൾ 1 ഡയമെൻഷണൽ യൂക്ലിഡിയൻ സ്പേസ് എന്ന് പറഞ്ഞാൽ റിയൽ ലൈൻ. ഓക്കെ, അവിടെ മെട്രിക് മോഡുലസ് ഫംഗ്ഷൻ. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ ആർന്ന് ആർക്ക് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഗ്രാഫ് പ്ലെയിനിൽ വരക്കാം. ഓക്കെ, അപ്പോൾ അവിടെ എങ്ങനെയാണ് ഈ കോൺകേവ് എന്നുള്ള കൺസെപ്റ്റ് പറയാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഒരു ഫംഗ്ഷൻ കോൺവെക്സ് ആണെന്ന് എപ്പോഴാണ് പറയാം? ഓക്കെ,
അപ്പോൾ രണ്ട് പോയിൻറ്റ്സ്, ഏതൊരു രണ്ട് പോയിൻറ്റ്സ് ചൂസ് ചെയ്താലും നമുക്ക് എന്ത് x1 x2 ചൂസ് ചെയ്താലും നമുക്ക് ഈ ഇൻഇക്വാളിറ്റി സാറ്റിസ്ഫൈ ആണ്. ഓക്കെ, അതായത് x1ൻ്റെയും x2ൻ്റെയും കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ കൺസിഡർ ചെയ്താൽ, എഫ് എക്സ് എന്നുള്ള ഒരു കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ കൺസിഡർ ചെയ്താൽ എഫ് ഓഫ് എക്സ് എപ്പോഴും 1 മൈനസ് ലാംഡ എഫ് ഓഫ് എക്സ് 1 പ്ലസ് ലാംഡ എഫ് ഓഫ് എക്സ് 2 ചെറുതാണ്. ഓക്കെ, അതിൽ ഇൻഇക്വാളിറ്റീൻ്റെ റൈറ്റ് സൈഡ് നോക്കുക. 1 മൈനസ് ലാംഡ എഫ് ഓഫ് എക്സ് 1 പ്ലസ് ലാംഡ എഫ് ഓഫ് എക്സ് 2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എഫ് ഓഫ് എക്സ് 1ൻ്റെയും എഫ് ഓഫ് എക്സ് 2ൻ്റെയും കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് എക്സ് എന്നുള്ളത് എഫ് ഓഫ് എക്സ് 1ൻ്റെയും എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന എക്സ് എന്നുള്ളത് x1ൻ്റെയും x2ൻ്റെയും കോൺവെക്സ് ലീനിയർ കോമ്പിനേഷനാണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എഫ് ഓഫ് എക്സ് 1ൻ്റെയും എഫ് ഓഫ് എക്സ് 2ൻ്റെയും ഒരു കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ഈ സെയിം ലാംഡ വെച്ചിട്ട് നമുക്ക് പറയാം. ഓക്കെ, ഫംഗ്ഷൻ കോൺവെക്സ് ആവണമെങ്കിൽ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് ലാംഡ എഫ് ഓഫ് എക്സ് 1 പ്ലസ് ലാംഡ എഫ് ഓഫ് എക്സ് 2 ആണ്. ഓക്കെ, ഗ്രാഫിക്കലി എങ്ങനെയാണ് പറയാൻ നോക്കാം. ഞാൻ ആർബിട്രറി ആയിട്ട് രണ്ട് x1നെയും x2നെയും ചൂസ് ചെയ്യുന്നുണ്ട്, എമ്മും എന്നും. അപ്പോൾ അത് റിയൽ ലൈനിൽ മാർക്ക് ചെയ്യുക, എമ്മും എന്നും. ഫിഗറിൽ എം എൻ്റെ നേരെ താഴെ, എൻ ഡീൻ്റെ നേരെ താഴെ. ഓക്കെ, എൻ അവിടെ കാണുന്നില്ല. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് എം എ ആണെന്ന് കരുതുക. ഓക്കെ, എഫ് ഓഫ് എം എ, എഫ് ഓഫ് എൻ ഡി, എഫ് ഓഫ് എൻ ഡി. ഓക്കെ, അപ്പോൾ എമ്മിൻ്റെ എന്നിന് കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻസിൻ്റെ കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ഇൻ്റർവെൽ എം എൻ ആയിരിക്കും. ഓക്കെ, ആ ഇൻ്റർവെല്ലിലുള്ള പോയിൻറ്റ്സ് ആയിരിക്കും എമ്മിൻ്റെ എന്നിൻ്റെയും കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻസ്. ഓക്കെ, അത് മനസ്സിലാക്കുക. പിന്നെ നമുക്ക് ഇൻഇക്വാളിറ്റി ഹോൾഡ് ഫംഗ്ഷൻ കോൺവെക്സ് ആണെന്ന് അസ്യൂം ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഈ എമ്മിൻ്റെ എന്നിൻ്റെ ഏതൊരു കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ എടുത്താൽ എഫ് ഓഫ് എക്സ് എമ്മിൻ്റെ എന്നിൻ്റെ ഒരു കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് ലാംഡ എഫ് ഓഫ് എക്സ് 1 പ്ലസ് ലാംഡ എഫ് ഓഫ് എക്സ് 2 ആണ്. ഓക്കെ, ഇവിടെ ഈ കേസിൽ ഞാൻ എമ്മിൻ്റെ എന്നിൻ്റെ ഒരു കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ കൺസിഡർ ചെയ്യുന്നുണ്ട്, ആർ. അതായത് ക്ലോസ്ഡ് ഇൻ്റർവെൽ എം എൻ എന്ന് എം കോമ എൻ എന്ന് ഒരു ആർബിട്രറി ആയിട്ട് ഒരു പോയിൻറ്റ് ആറ് ചൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആറിന് എനിക്ക് എങ്ങനെയായിട്ട് എഴുതാം? ആർ ഈക്വൽ ടു 1 മൈനസ് ലാംഡ എം പ്ലസ് ലാംഡ എൻ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ചെയ്യുന്നത് 1 മൈനസ് ലാംഡ എഫ് ഓഫ് എം പ്ലസ് ലാംഡ എഫ് ഓഫ് എൻ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എം എന്ന് പറഞ്ഞാൽ എ ആണ്, എഫ് ഓഫ് എൻ എന്ന് പറഞ്ഞാൽ ഡി ആണ്. അപ്പോൾ 1 മൈനസ് ലാംഡ എഫ് ഓഫ് എം 1 മൈനസ് ലാംഡ എ പ്ലസ് ലാംഡ ഡി എന്ന് പറഞ്ഞാൽ ലാംഡ വേരീസ് ഫ്രം 0 to 1. ഓക്കെ, അങ്ങനെ പറഞ്ഞാൽ അതെന്തായിരിക്കും? എന്ന് സ്റ്റാർട്ട് ചെയ്ത് ഡിയിൽ അവസാനിക്കുന്ന ലൈൻ സെഗ്മെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് 1 മൈനസ് ലാംഡ എഫ് ഓഫ് എക്സ് 1 മൈനസ് ലാംഡ എഫ് ഓഫ് എം പ്ലസ് ലാംഡ എഫ് ഓഫ് ഡി. ഓക്കെ, ലാംഡ ബിലോങ്സ് ടു 0 ലെസ് ദാൻ ക്ലോസ്ഡ് ഇൻ്റർവെൽ 0 1. ഓക്കെ, അപ്പോൾ ഇനി ഗ്രാഫ് നോക്കുക. ഓക്കെ, ഇതിനൊക്കെ ഏതൊരു പോയിൻറ്റിന് എം കോമ എന്നിൻ്റെ ഇടയിൽ നിന്ന് ചൂസ് ചെയ്താലും എഫ് വാല്യൂ, ആ പോയിൻറ്റിലെ എഫ് വാല്യൂ ഈ ലൈനിൻ്റെ താഴെ ആവണം എന്നാണ് പറയുന്നത്, ആ കണ്ടീഷൻ അല്ലേ? എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് ലാംഡ എഫ് ഓഫ് എക്സ് 1 പ്ലസ് ലാംഡ എഫ് ഓഫ് എക്സ് 2 ആവണം ഫോർ എനി ലാംഡ in closed interval 0 1. Okay, where x equal to 1 minus lambda x1 plus lambda x2. ഓക്കെ, അപ്പോൾ ഗ്രാഫിക്കലി നോക്കുക, നമുക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. ഓക്കെ, അതായത് നമ്മൾ ഒരു R2R ഫംഗ്ഷൻ പറയുകയാണെങ്കിൽ ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുക. അപ്പോൾ ആ ഫംഗ്ഷൻ
കോൺവെക്സ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ, ഗ്രാഫിക്കലി ചെക്ക് ചെയ്യുക എങ്ങനെയാണെന്നാണ് പറയുന്നത്. ഓക്കെ, എങ്ങനെ ചെക്ക് ചെയ്യുക? ഏത് രണ്ട് ആർബിട്രറി പോയിൻറ്റ്സ് ചൂസ് ചെയ്താലും നമ്മൾക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫങ്ഷൻ വാല്യൂസ് പറയാം. ഓക്കെ, രണ്ട് പോയിൻറ്റ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് ഫങ്ഷൻ വാല്യൂ പറയാം. ഓക്കെ, ഗ്രാഫ് ചെയ്യുമ്പോൾ ഈ ഫങ്ഷൻ വാല്യൂ മാർക്ക് ചെയ്തിട്ട് വരുന്ന ആ രണ്ട് പോയിൻറ്റ്സിനെ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെൻറ്റ് കൺസിഡർ ചെയ്യുക. ഈ ലൈൻ സെഗ്മെൻറ്റിൻ്റെ താഴെയാണോ ഈ ഫങ്ഷൻ്റെ ഗ്രാഫ് വരുന്നത് എന്ന് നോക്കിയാൽ മതി. ഓക്കെ, ഇങ്ങനെ ഏത് രണ്ട് പോയിൻറ്റ്സ് ചൂസ് ചെയ്തിട്ട് ഇങ്ങനെ ലൈൻ സെഗ്മെൻറ്റ് കൺസിഡർ ചെയ്യുക. ഈ ലൈൻ സെഗ്മെൻറ്റിൻ്റെ താഴെയാണോ ഗ്രാഫ് വരുന്നത് നോക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഗ്രാഫ് കോൺവെക്സ് ആണെന്ന് പറയാം. ഓക്കെ, R/R ഫംഗ്ഷൻ്റെ കേസിൽ. ഇനി ഏതെങ്കിലും ഒരു പോർഷൻ ഈ ലൈൻ്റെ മുകളിൽ വരുന്നുണ്ടെങ്കിൽ കോൺവെക്സ് അല്ല എന്ന് പറയാം. ഓക്കെ, ഇനി കോൺകേവ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. എങ്ങനെ? R/R ഫംഗ്ഷനിൽ രണ്ട് ആർബിട്രറി പോയിൻറ്റ്സ് ചൂസ് ചെയ്താൽ, ഏത് രണ്ട് പോയിൻറ്റ്സ് ചൂസ് ചെയ്താലും നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ ഫങ്ഷൻ വാല്യൂസ് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ലൈൻ സെഗ്മെൻറ്റ് വരക്കാം. ഈ ലൈൻ സെഗ്മെൻറ്റിൻ്റെ മുകളിലാണോ ഈ ഫങ്ഷൻ വാല്യൂസ് വരുന്നത് നോക്കുക. ലൈൻമേലോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലാണോ ഫങ്ഷൻ വാല്യൂസ് വരുന്നത് നോക്കുക. അങ്ങനെയാണെങ്കിൽ കോൺകേവ് ആണെന്ന് പറയാം. ഓക്കെ, നേരെ തിരിച്ച്. അതാണ് ഈ ഫിഗറിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. R/R ഫംഗ്ഷൻ്റെ കേസിൽ കോൺവെക്സ് ഫങ്ഷൻസ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അതിനെ ജനറലൈസ് ചെയ്തതാണ് പിന്നെ ഈ കോൺവെക്സ് ഫങ്ഷൻസ് ENൽ, യൂക്ലിഡിയൻ സ്പേസ്. ഓക്കെ, ഇത്രയാണ് കോൺവെക്സ് ഫങ്ഷനെ കുറിച്ചിട്ട് പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ കണ്ടീഷൻസ് മനസ്സിലാവാനാണ്, കണ്ടീഷൻ എന്താണെന്ന് മനസ്സിലാവാനാണ് ഈ R/R ഫംഗ്ഷൻ്റെ കേസിൽ ഡിസ്കസ് ചെയ്തത്. ഇനി ക്വാഡ്രാറ്റിക് ഫോം എന്താണ്, ക്വാഡ്രാറ്റിക് ഫോം ഇതും കൂടെ പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. എന്നുള്ള ഒരു യൂക്ലിഡിയൻ സ്പേസ് കൺസിഡർ ചെയ്യുക. ഒരു ക്വാഡ്രാറ്റിക് ഫോം എന്ന് പറഞ്ഞാൽ ഒരു ഫങ്ഷനാണ്. ഓക്കെ, ഫങ്ഷനാണ്. ആ ഫങ്ഷൻ്റെ ഈ ഫോമിൽ വരുന്ന ഫങ്ഷൻസിനാണ് നമ്മൾ അതിൻ്റെ ക്വാഡ്രാറ്റിക് ഫോം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു പോയിൻ്റ് എക്സ് യൂക്ലിഡിയൻ സ്പേസ് എന്ന് ചൂസ് ചെയ്താൽ, അതായത് x = x1 x2 എക്സെട്ര xn എന്നുള്ളൊരു പോയിൻ്റ് എന്ന് ചൂസ് ചെയ്താൽ എഫ് ഓഫ് എക്സിനെ C11 x1² പ്ലസ് C22 x2² പ്ലസ് എക്സെട്ര CNN xn² പ്ലസ് C12 x1 x2 പ്ലസ് C13 x1 x3 C23 x2 x3 പ്ലസ് എക്സെട്ര ഇതേ ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒരു ഫംഗ്ഷൻ en എന്ന് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ആ ഫംഗ്ഷൻ ഒരു ക്വാഡ്രാറ്റിക് ഫോം ആണെന്ന് പറയുമ്പോൾ ആ ഫംഗ്ഷനെ ഇതേപോലെ എക്സ്പ്രസ് ചെയ്യാൻ കഴിയണം. അതായത് ഒരു എക്സ് എന്നുള്ള പോയിൻ്റ് en എന്ന് കൺസിഡർ ചെയ്താൽ x = x1 x2 എക്സെട്ര xn എന്നുള്ള ഒരു പോയിൻ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ പോയിൻ്റിൽ എഫ് ഓഫ് എക്സിനെ ഇതേപോലെ എക്സ്പ്രസ് ചെയ്യാൻ കഴിയും. ഓക്കെ, അതായത് എഫ് എന്നുള്ള ഫംഗ്ഷനെ ഇതേപോലെ എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷനെ നമ്മൾ ക്വാഡ്രാറ്റിക് ഫോം എന്ന് പറയാം. ഓക്കെ, ക്വാഡ്രാറ്റിക് ഫോം ഇൻ ദി n വേരിയബിൾസ്. ഓക്കെ, n വേരിയബിൾസ് n x1 x2 എക്സെട്ര xn. ഓക്കെ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ലീനിയർ ആൾജിബ്രയിൽ ക്വാഡ്രാറ്റിക് ഫോം. ഇനി പറയുന്നത് ഏതൊരു ക്വാഡ്രാറ്റിക് ഫോമിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു മെട്രിക്സ് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ അതാണ് അടുത്തത് ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ലീനിയർ ആൾജിബ്രയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ക്വാഡ്രാറ്റിക് ഫോം. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ക്വാഡ്രാറ്റിക് ഫോമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു മെട്രിക്സ് പറയാം. ആ മെട്രിക്സിനെ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്തെടുക്കുക എന്നാണ് അടുത്തത് പറയുന്നത്. CIJ നമ്മൾ CIIകൾക്ക്, അതായത് C11 C22 C33 എക്സെട്ര CNNകൾക്ക് AI വെച്ചിട്ടും പിന്നെ ബാക്കിയുള്ള CIJകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ട് AIJയും AJയും പറയാം. എങ്ങനെ നോക്കുക,
എ ഐ ജെ ഈക്വൽ ടു എ ജെ ഐ ഈക്വൽ ടു സി ഐ ജെ ബൈ ടു ഇങ്ങനെ ഡിഫൈൻ ചെയ്താൽ എ ഐ ഐകളിൽ പിന്നെ എ ഐ ജെകളിൽ ഇങ്ങനെ ഡിഫൈൻ ചെയ്താൽ നമ്മൾക്ക് ഈ ക്വാഡ്രാറ്റിക് ഫോമിനെ ഇങ്ങനെ റീറൈറ്റ് ചെയ്യാം. എങ്ങനെ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ വൺ വൺ എക്സ് വൺ സ്ക്വയർ എ ടു ടു എക്സ് ടു സ്ക്വയർ എക്സെട്ര എ എൻ എൻ എക്സ് എൻ സ്ക്വയർ ടേംസ് വരുന്ന ടേം, പിന്നെ രണ്ട് ഡിഫറെൻറ്റ് വേരിയബിൾസിൻ്റെ പ്രൊഡക്റ്റ് വരുന്ന ടേംസ് എ ടു വൺ എ ടു വൺ എക്സ് ടു വൺ എ വൺ ടു എക്സ് വൺ എ വൺ ടു എക്സ് വൺ എക്സ് ടു. അതായത് ഞാൻ ചെയ്തത് സി വൺ വൺ എക്സ് വൺ എക്സ് ടുവിനെ ഞാൻ രണ്ട് ടേമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നുണ്ട്. ഓക്കെ, സി വൺ ടുവിനെ എനിക്ക് എങ്ങനെ എഴുതാം? എ വൺ ടു പ്ലസ് എ ടു വൺ എന്ന് എഴുതാം. ഓക്കെ, അത് വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്തതാണ്. പിന്നെ പ്രൊഡക്റ്റ് കമ്മ്യൂട്ട് ചെയ്യും. അപ്പോൾ എക്സ് ടു വണ്ണും എക്സ് വൺ ടു ഒക്കെ സെയിം ആയിരിക്കും. അപ്പോൾ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയതാണ്. എ ടു വൺ എക്സ് ടു എക്സ് വൺ പ്ലസ് എ വൺ ടു എക്സ് വൺ എക്സ് ടു പ്ലസ് എക്സെട്ര. അങ്ങനെ ഓരോ ടേമിന് ഇതേപോലെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് സി ഐ ജെനെ എ ഐ ജെ പ്ലസ് എ ഐ ജെ ബൈ ടു പ്ലസ് എ ജെ ഐ ബൈ ടു എന്ന് എഴുതിയിട്ട് അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്തതാണ്. ഓക്കെ, സോറി. ഓക്കെ, ഓക്കെ, ഇങ്ങനെ ചെയ്തതാണ്. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ ക്വാഡ്രാറ്റിക് ഫോമിനെ എ ഐ ജെ വെച്ചിട്ട് എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇതിനെ കുറച്ചുകൂടെ സമ്മേഷൻ ഫോമിൽ എഴുതാം. സമ്മേഷൻ ഐ റൺസ് ഫ്രം 1 to n, സമ്മേഷൻ ജെ റൺസ് ഫ്രം 1 to n, എ ഐ ജെ എക്സ് ഐ എക്സ് ജെ എന്ന് എഴുതാം. ഇതിനെ നമ്മൾക്ക് മെട്രിക്സ് രൂപത്തിൽ എഴുതാം, എക്സ്പ്രസ് ചെയ്യുക. ആ എക്സ്പ്രഷനെ ഈക്വൽ ടു എക്സ് ട്രാൻസ്പോസ്. എക്സ് എന്ന് പറഞ്ഞാൽ റോ വെക്റ്റർ, എക്സ് എന്ന് പറഞ്ഞാൽ കോളം വെക്റ്റർ എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എൻ. അപ്പോൾ എക്സ് ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ റോ വെക്റ്റർ എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എൻ എ ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ കോളം വെക്റ്റർ എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എൻ. ഇവിടുത്തെ എ എന്നുള്ള മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഈ എ ഐ ജെ, എ ഈക്വൽ ടു മെട്രിക്സ് എ ഐ ജെ, അതായത് എ ഈക്വൽ ടു എ വൺ വൺ എ വൺ ടു എക്സെട്ര എ വൺ നയൻ. അത് ഒന്നാമത്തെ റോ. പിന്നെ രണ്ടാമത്തെ റോ എ ടു വൺ എ ടു ടു എക്സെട്ര എ ടു എൻ എക്സെട്ര എ ടു എൻ 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 വൺ എ എൻ ടു എക്സെട്ര എ എൻ എൻ. ഓക്കെ, അതായത് ക്വാഡ്രാറ്റിക് ഫോമിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു മെട്രിക്സ് എ പറയാം. അതെങ്ങനെ കൺസ്ട്രക്ട് ചെയ്തെടുക്കാമെന്നാണ് പറഞ്ഞത്. അത് വെച്ചിട്ട് നമുക്ക് ക്വാഡ്രാറ്റിക് ഫോമിനെ മെട്രിക്സുകളുടെ പ്രൊഡക്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ, അതാണ് ചെയ്തത്. ഒരു എക്സാമ്പിളാണ്. ഒരു ക്വാഡ്രാറ്റിക് ഫോം തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് വൺ സ്ക്വയർ പ്ലസ് 2x2 സ്ക്വയർ മൈനസ് 7 x3 സ്ക്വയർ മൈനസ് x1 x2 പ്ലസ് 6x1 x3 മൈനസ് x2 x3. ഓക്കെ, അതിനെ നമുക്ക് മാട്രിക്സ് ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എന്താ? എ ഐ ജെസ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. ഓക്കെ, A11 A22 A33 ഒക്കെ എന്തായിട്ട് വരും? C11 C22 C33. ഓക്കെ, പിന്നെ ഐ നോട്ട് ഈക്വൽ ടു ജെ ആവുന്ന കേസ്. ഓക്കെ, അതായത് എ ഐ ജെ ഐ നോട്ട് ഈക്വൽ ടു ജെ ആവുമ്പോൾ എ ഐ ജെ എന്താവും? സി ജെ ഐ ബൈ 2 ആവും. അതേപോലെ തന്നെ എ ജെ ഐ സി ഐ ജെ ബൈ 2 ആവും. അത് വെച്ചിട്ട് എ ഐ ജെസിനെ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ A11 എന്താ വരിക? C11, അതായത് x1 സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻറ്റ്. ഓക്കെ, അപ്പോൾ A11 1 തന്നെയാണ് വരിക. A22 x2 സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻറ്റ് 2, A33 x3 സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻറ്റ് -7. പിന്നെ A12 ആണ്. ഓക്കെ, A12 എന്ന് പറഞ്ഞാൽ
12ൻ്റെ ഹാഫ് ആയിരിക്കും. C12 എന്ന് പറഞ്ഞാൽ x1 x2ൻ്റെ കോയിഫിഷ്യൻറ്റ് -2. ഓക്കെ, ഹാഫല്ല വരിക, ട്വൈസ്. ഓക്കെ, C1 ഓക്കെ എങ്ങനെ വരിക നോക്കട്ടെ. AIJ = CIJ/2. ഓക്കെ, അപ്പോൾ A12 എന്ന് പറഞ്ഞാൽ x1 x2ൻ്റെ ഹാഫ്. ഓക്കെ, x1 x2ൻ്റെ കോയിഫിഷ്യൻറ്റിൻ്റെ ഹാഫ്. ഓക്കെ, പിന്നെ അപ്പോൾ അത് കിട്ടും. അതേപോലെ തന്നെ A21 അവിടെ നിന്ന് തന്നെ കിട്ടും, അതേ നമ്പർ തന്നെ വരാം. ഓക്കെ, A12ഉം A21ഉം സെയിം നമ്പറാണ് വരിക. ഓക്കെ, അപ്പോൾ A12 കിട്ടിയാൽ A21ഉം മാർക്ക് ചെയ്ത് വെക്കുക. പിന്നെ A13 എന്താ വരിക? x1 x3ൻ്റെ ഹാഫ്. ഓക്കെ, x1 x3ൻ്റെ കോയിഫിഷ്യൻറ്റിൻ്റെ ഹാഫ്. അപ്പോൾ ഇവിടെ വരുന്നത് 6 ആണ്. അപ്പോൾ 6ൻ്റെ ഹാഫ് 3. 6ൻ്റെ ഹാഫ് 3. അപ്പോൾ A13 കിട്ടും. അപ്പോൾ തന്നെ നമ്മൾക്ക് A31ഉം പറയാം. ഓക്കെ, A31ഉം 3 തന്നെ ആയിരിക്കും. ഓക്കെ, A31ഉം A13ഉം ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇനി നമുക്ക് കിട്ടാൻ ബാക്കിയുള്ളത് A23 ആയിരിക്കും. A23 എന്താ? A23 എന്ന് പറഞ്ഞാൽ x2 x3ൻ്റെ കോയിഫിഷ്യൻറ്റിൻ്റെ ഹാഫ്. x2 x3ൻ്റെ കോയിഫിഷ്യൻറ്റ് -5, അതിൻ്റെ ഹാഫ് -5/2. അപ്പോൾ x2 x3ൻ്റെ കോയിഫിഷ്യൻറ്റിൻ്റെ ഹാഫ് കിട്ടി, അതായത് A23 കിട്ടി. A23 കിട്ടിയാൽ അത് തന്നെ ആയിരിക്കും A32. ഓക്കെ, അതും -5/2. അപ്പോൾ A എന്നുള്ള മാട്രിക്സ് നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് ഈ ക്വാഡ്രാറ്റിക് ഫോമിനെ നമുക്ക് മാട്രിക്സ് ഫോമിലേക്ക് മാറ്റാം. അപ്പോൾ എക്സിനെ കോളം വെക്ടർ ആയിട്ട് കൺസിഡർ ചെയ്യാം. കോളം വെക്ടർ x1 x2 x3. അപ്പോൾ x ട്രാൻസ്പോസ് റോ വെക്ടർ x1 x2 x3. അപ്പോൾ x ട്രാൻസ്പോസ് AX എന്നുള്ള രൂപത്തിൽ ഈ ക്വാഡ്രാറ്റിക് ഫോമിനെ മാറ്റി എഴുതാം. അതാണ് അവസാനം എഴുതിയത്. x1 x2 x3 മാട്രിക്സ് A, അതാണ് ഇപ്പോൾ കൺസ്ട്രക്ട് ചെയ്തെടുത്തത്. പിന്നെ കോളം വെക്ടർ x1 x2 x3. ഓക്കെ, ഇനി എക്സസൈസ് ആണ്, അത് നിങ്ങൾ ചെയ്യുക. ഇതേപോലെ ചെയ്താൽ മതി. റൈറ്റ് ദി ഫോളോയിങ് ക്വാഡ്രാറ്റിക് ഫോം ഇൻ ദി ഫോം x ട്രാൻസ്പോസ് AX. അതായത് ക്വാഡ്രാറ്റിക് ഫോം തന്നിട്ടുണ്ട്, അതിനെ മാട്രിക്സ് ഫോമിലേക്ക് എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ, ഇനി നേരെ തിരിച്ചും ചെയ്യാം. ക്വാഡ്രാറ്റിക് ഫോമിൻ്റെ മാട്രിക്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക്, ജനറൽ ഫോമിലേക്ക് മാറ്റുക. അതായത് f(x) = C11 x1² C22 x2², ആ എക്സ്പ്രഷനിലേക്ക് മാറ്റും. ഓക്കെ, അതിന് എളുപ്പമാണ്. മാട്രിക്സ് തന്നാൽ അതിനെ x ട്രാൻസ്പോസ് AX കണ്ടാൽ മതി. ഓക്കെ, മാട്രിക്സ് തന്നാൽ 3/3 മാട്രിക്സ് ആണെങ്കിൽ E3യിലാണ് വർക്ക് ചെയ്യുന്നത് മനസ്സിലാക്കുക. അതായത് മാട്രിക്സിൻ്റെ സൈസിനനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യുന്ന യൂക്ലിഡിയൻ സ്പേസ് ഏതാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് രണ്ടും ചെയ്യുക. സോൾവ്ഡ് ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്യും. ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കി അടുത്ത വീഡിയോയിൽ ചെയ്യും.